പിന്നെ ഞാൻ രാവിലെയും വന്നു, ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തില ക്രിസ്ത്യാനി എന്ന് പറയുന്ന പലരെ ആൾക്കാരും അടിച്ചു പെരുക്കുന്നത്. വീശി കഴിഞ്ഞപ്പം നീ ജോർജിൻ്റെ ഭാര്യ നീയാണെന്ന് എനിക്ക് തോന്നി. ഈ ഏരിയയിലൊന്നും ആരും ചാകുന്നില്ലെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട, ഇനിയും പാടണ്ട, വേണ്ട, മതി. ദൈവകുഞ്ഞാടെ നിൻ സ്നേഹരസോ എന്നകമേ വഴിഞ്ഞോടാൻ ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിലൻ വേലയു തീർത്തിടുവാൻ എന്നെയൊരുക്കണ സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായ യേശു. 2-ാം അധ്യായം നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തില ക്രിസ്ത്യാനി എന്ന് പറയുന്ന പലരെ ആൾക്കാരും അടിച്ചു പെരുക്കുന്നത്. ഹൈന്ദവ സ്നേഹിതന്മാരും മുസ്ലിം സഹോദരന്മാർ കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതര മതസ്ഥരോ ജാതിക്കാരൊക്കെ വേറെ വകുപ്പില്ല. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പള്ളിയിൽ പോകുന്ന കറിയാച്ചനും കത്തോലിക്ക പോകുന്ന യവറാച്ചനും യാക്കോബായിലും ഓർത്തഡോക്സിലും പോകുന്ന ബേബിയും ആമിനും സ്തോത്രം പെന്തിക്കോസിൽ പോകുന്ന ലൂയിസ് കുട്ടി അവനെ പാടിക്കുന്നുണ്ട്. ഉണ്ട് ഇല്ലേ? നിങ്ങൾക്കൊക്കെ പലരുടെയും പേരറിയാൻ മിണ്ടാതിരിക്കുന്നതാ. എനിക്കും അറിയാം പലരുടെയും പേര്. പിന്നെ അവർ ഓൺലൈനിലുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്നാ ഇന്നെനിക്ക് തീരെ വയ്യ, ഓടാൻ വയ്യ, അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. സ്തോത്രം. കുടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇതിനകത്തുണ്ട്. അപ്പം അവര് അതിന് ഉപോത്ബലകമായിട്ട് എടുക്കുന്നത് യോഹന്നാൻ്റെ അണ്ട. കാരണം യേശു പറഞ്ഞല്ലോ അടിച്ചു പെരുത്തോളാൻ. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഇവരുടെ വാദം അതാ. കാരണം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അതുകൊണ്ട് സഭയായിട്ട് അടിച്ചോളാൻ. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം അതങ്ങനെ തന്നെ. സ്തോത്രം. പോക്ക് നടക്കുകയല്ല. സ്തോത്രം. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, വായിച്ചേ, ആർക്ക് ആവലാതി, ആർക്ക് കൺചുമപ്പ്, വീഞ്ഞു കുടിച്ച് എടുത്തോ വാക്യം വായിര് തപ്പി ഊപ്പാട് വരിക. എടുത്ത് വായിക്കാമെങ്കിൽ വായിക്കല്ലേ. മോനെ ഈ മൈക്കെടുത്ത് ഈ മോഡയിലോട്ട് കൊടുത്ത് അവിടെ കൊടുത്ത്. ഇന്നത്തേക്കാ കൂടെ കൊടുക്കണേ. അവനും മയ്യ, നിനക്കും മയ്യെന്ന് തോന്നുന്നു. വായിച്ച മോളെ. ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്കു സങ്കടം, ആർക്ക് സങ്കടം, ആർക്കു കലഹം, ആർക്ക്. അപ്പൊ ഈ അടിച്ചു പെരുക്കുന്നവന്റെ എല്ലാം വീട്ടിൽ ഇതുണ്ടാകും. കഷ്ടം, സങ്കടം, കലഹം, കലഹം, ഇതെല്ലാം വീശുന്ന പുള്ളിയുടെ വീട്ടിലുണ്ട്. കഷ്ടമുണ്ട്. അവൻ്റെ പെമ്പള കഷ്ടപ്പെടുക, കൊച്ചുങ്ങളും കിടന്ന് കഷ്ടപ്പെടുക, പെമ്പള പരാകുകയും മുടിഞ്ഞവൻ ചാകുകാരുന്ന കുടുംബം രക്ഷപ്പെട്ട്. കൊച്ചുങ്ങൾ പറയാ, ദൈവമേ ഇതുപോലൊരു തന്ത ഞങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ നല്ലതാ. നീ അങ്ങനെ വെറുതെ നിൻ്റെ പെമ്പളയും കൊച്ചുങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ ചില പെമ്പളമാരും കൊച്ചുങ്ങളും നിന്നെ പേടിച്ചിട്ട് പറയാത്തതല്ല, നിന്നോട് താല്പര്യമൊന്നുമില്ല, മിണ്ടുന്നില്ല. അപ്പോൾ അടിച്ചു പെരുക്കിയാൽ നിന്റെ വീട്ടിൽ ഈ വിഷയങ്ങളുണ്ടാകും. ഒന്നുകൂടെ വായിച്ചോ മോളെ. ആർക്കു കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്കു സങ്കടം, ആർക്ക് സങ്കടം, ആർക്കു കലഹം, ആർക്ക് കലഹം,
ആർക്ക് ആവലാതി, ആവലാതി വെപ്രാളമല്ലേ ആവലാതി. പിന്നെ ആർക്ക് അനാവശ്യമായ മുറിവുകൾ, അനാവശ്യമായ മുറിവുകള് എന്ന് തല്ല് മേടിച്ചല്ലേ നീ വീട്ടിൽ വരുവുള്ളൂ. ആവശ്യമില്ലാത്ത മുറിവെല്ലാം ഉണ്ട്. പിന്നെ പെമ്പള ചൂടുവെള്ളം വെച്ച് തോർത്ത് മുക്കിയേച്ച് ഇവിടാന്ന് വെച്ചാൽ ഇടി കിട്ടിയേ ഇടത്ത് വെച്ച് ഇവിടെ മുഴച്ചിരിപ്പുണ്ടല്ലോ, അതാ ജോർജ് ഇടിച്ചതാ. അതിനെ ജോർജ് ഇടിച്ച് ഞാൻ അവനെ വീശി കഴിഞ്ഞപ്പം നീ ജോർജിൻ്റെ ഭാര്യ നീ ആണെന്ന് എനിക്ക് തോന്നി. അപ്പം അവനൊരു ഇടി തന്നതാ. വായിച്ചു. ആർക്ക് കൺചുമപ്പ്, ആർക്ക് കൺചുമപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകുന്നവർക്കും, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും, മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും, മദ്യം രുചി നോക്കാൻ ബാറിന്റെ അവിടോട്ട് നീ പോവുക. രുചി നോക്കാനാ പോകുന്നത്, പക്ഷെ പെരുത്താ നീ തിരിച്ചു വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ അങ്ങ് തുടങ്ങുക. ഏതാ എല്ലാവർക്കും ഒരു ഇഷ്ടംപോലെ അങ്ങ് അനുമതി കൊടുക്കുകയല്ലേ. എന്ത് മര്യാദരാമന്മാരായിട്ടാണ് അവിടെ നിൽക്കുന്നത്, വിനയത്തോടെ അല്ലേ. നമ്മുടെ ഒരു കൺവെൻഷനോ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കോ എന്നാൽ ഇവന്മാർ കിടന്ന് ബഹളവാ. നിർത്തുന്നില്ലയോ, പ്രസംഗിച്ച് നിർത്തുക, കഴിച്ച്. ഇവിടെ ഈ ഏരിയയിൽ പിന്നെ ശുശ്രൂഷ നടക്കുമ്പോഴേ കഴിച്ചെല്ലാം ഇവിടുത്തെ എങ്ങനെയാണെന്നറിയാമല്ല. ആശന്മാർ പ്രസംഗിക്കുകയോ പാടുകയോ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ചേച്ച് ഞങ്ങൾക്ക് പോയിട്ട് കാര്യം. ഞാനൊരു കല്യാണത്തിൽ ചെന്നപ്പോൾ എല്ലാം കഴിച്ചേച്ച് പോയി. അയ്യോടി ഇവിടെ അതെന്നാ അങ്ങനെ, എനിക്കും അതറിയാമില്ല. എന്നെ ഇടപാടൊക്കെയാണ്. ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ എന്നാന്ന് എനിക്ക് അറിയാൻ മേല. ഇനി അത് പറഞ്ഞൊരു അലോഗ്യം ഉണ്ടാക്കേണ്ട, സമാധാനത്തോടെ അങ്ങ് പിരിഞ്ഞു പോകാം. അപ്പോൾ ഈ അനാവശ്യമായ മുറിവുകൾ. പിന്നെ ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും, മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. പിന്നെ വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും, വീഞ്ഞു ചുവന്നല്ല വീഞ്ഞ് വായിച്ചേ, വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. നീ ബാറിന്റെ അവിടെ പോയി നിൽക്കരുതെന്നാ പറഞ്ഞത്. നീ കുടിക്കുന്നില്ലെങ്കിലും പമ്മി അവിടെ പോയി. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്തോത്രം. ഞങ്ങൾ പണ്ടൊരു യോഗത്തിന് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള 2 കക്ഷികളാണ്. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പാണ്. ഇപ്പോൾ ഉള്ള കക്ഷികളല്ല, കക്ഷികൾ പോയി. അപ്പോൾ ഒരിക്കലൊരു ദൂരയാത്ര കഴിഞ്ഞ് വണ്ടി വന്ന് നിർത്തിയപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിച്ച് വെള്ളവും എടുത്ത്, യാത്രയല്ലേ വെള്ളം കുടിക്കുക. അപ്പം ഞാനും ഉണ്ട്. ഇതിന് കുപ്പി വെള്ളം എടുത്ത് കുടിച്ചപ്പം 2 പേര് ഇതടിക്കുന്ന രീതിയിലാണ് കുടിക്കുന്നത്. ഇടയ്ക്ക് അവർ പറയുന്നുണ്ട്, എന്തോ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് പറയുകയല്ലേ. അപ്പോൾ പഴയ കെട്ടിപ്പോഴും കിടക്കുക. ഇപ്പം രസമായിട്ട് ഇറക്കാൻ നോക്കുക, അല്ലെങ്കിലും രസമായിട്ട് ഇറക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാണ് ഇറക്കുന്നത്. വായിലെടുത്തത് മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. അടുത്തത് വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. ഒടുക്കം അത് സർപ്പം പോലെ തന്നെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. അതാ ഈ വിഷയം. അതാ അല്ലേ ബേബിയുടെ പുറത്ത് ചൂടുവെള്ളം വായിച്ചു. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും. വക്രത പറയും, വക്രത. നീ നടുക്കടലിൽ ക്ഷയിക്കുന്നവനെ പോലെയും. അത്രേ ഉള്ളൂ. ഉണ്ടോ? ഒരു ബോധവും ഇല്ല. വക്രത പറയും. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് നിന്നപ്പം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് 1-2 ദിവസമായി അതിയായിട്ട് വിശക്കുന്ന എന്തെങ്കിലും തരണം. എനിക്കങ്ങ് വലിയ ഭാരമായി. അന്നത്തെ കാലത്ത് ഞാൻ 100 രൂപ കൊടുത്തു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. ടൗണിൽ നിൽക്കുമ്പോഴാണ്. ആഹാരം കഴിച്ചിട്ട് 1-2 ദിവസമായി വിശക്കുന്ന. സാറേ എന്നാണ് വിളിച്ചത്. നമ്മളെ ഒന്ന് സാറേന്ന് വിളിച്ചപ്പോൾ ഞാനും അങ്ങ് കളന്നു. കാരണം ആരും സാറേന്നൊന്നും വിളിക്കുന്നില്ല. ഒരു തന്നെയും ടൗണിൽ വെച്ച് സാറേന്ന് വിളിച്ചല്ലോ എന്നപ്പോൾ എനിക്ക് ഒരു ഇളക്കം ഉണ്ടായി. പിന്നെ അപ്പം സാറേ 2-3 പ്രാവശ്യം സാറേന്ന് വിളിച്ചു. എന്നാൽ കൊടുക്കാമെന്ന് അതുകൂടെ കണക്കിലെടുത്താണ് കൊടുത്തത്. 100 രൂപ കൊടുത്തു അന്നത്തെ കാലത്ത്. ഇവന് 100 രൂപ കൊടുത്ത് ഞാൻ പിന്നെ 1-2 സാധനം കടയിൽ നിന്ന് മേടിക്കണം. അന്ന് മേടിച്ചേച്ച് തിരിച്ച് ചെയ്യാൻ വന്നപ്പം ഇവൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഉണ്ടോ? വക്രത പറഞ്ഞാൽ മേടിച്ചേ. നിങ്ങൾക്കും അങ്ങനെ ചിലപ്പോൾ അനുഭവങ്ങളൊക്കെ
ഉണ്ടായി കാണും. ഈ അടുത്ത സമയത്ത് ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് ഒരു അച്ചായൻ വരും. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു. അപ്പോൾ പുള്ളി ആദ്യം ഒന്ന് വന്ന് ഒരു പരിതാപമൊക്കെ പറഞ്ഞ് ഞാൻ തിണ്ണയിലിരുന്ന് വേറെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ഇച്ചിരി പൈസ കൊടുത്തു, വീട്ടിൽ പ്രാരാബ്ധமாக ബുദ്ധിമുട്ടാണെന്നൊക്കെ. അടുത്ത് കൊടുത്തു കഴിഞ്ഞ് വൈകിട്ട് നോക്കിയപ്പോൾ പുള്ളി വളരെ പരുവക്കേട് നിൽക്കുക. അത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ട കാര്യം പുള്ളി കണ്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിരുന്നു. അവിടെ ഇരുന്നപ്പം പുള്ളി വീണ്ടും വന്ന് പറഞ്ഞു, സാറേ, പുള്ളിയും സാറേന്ന് വെച്ചപ്പോൾ പഴയ സാറ് വിളി എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇളകിയില്ല. പറഞ്ഞു, സാറേ, എന്നാ വൈഫിന് ക്യാൻസറാ, അയ്യോ എന്തേലും തരണം, വക്രത പറയുമെന്നായി പറഞ്ഞത്. ഞാൻ ചോദിച്ചു, വൈഫ് എന്തിയെ? വീട്ടിലുണ്ട്. അപ്പോൾ എനിക്കില്ല, ഇവനെ അടിച്ചേച്ച് അവിടെ നിൽക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു. മറ്റേ സാറേ വിളി എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് താന്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വീടെവിടെ? ഇവിടെ അടുത്ത, ഞാനോട് അങ്ങോട്ട് വരിക, വൈഫിനെ ഞാനോട് ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാം. അയ്യോ, അവൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ എപ്പോൾ വരും? അത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഏത് ആശുപത്രിയില്ല? മെഡിക്കൽ കോളേജില്ല. ഞാൻ പറഞ്ഞു, എപ്പോൾ വന്നാലും എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കണം. അല്ല, അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും മാറുകയില്ലെന്ന്. എങ്ങനെയുണ്ട്? എന്നെ അടിക്കുന്ന സമയം അതിനാ, മനസ്സിലായോ? വക്രത പറയും, വക്രത. പിന്നെ ഞാൻ രാവിലെയും വന്നു, ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. എന്നെ ആണ്ട് പ്രാഗിയച്ചാ പോയത്, നീ ഗുണം പിടിക്കുകയല്ലടാന്നൊക്കെ ആയിരിക്കും, കേട്ടില്ല ശരിക്കും. വക്രത പറയും. വായിക്കേ. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ക്ഷയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെ ഉറങ്ങുന്നവനെ പോലെയുമാകും. അടുത്തത്, അവർ എന്നെ അടിച്ചു. പുള്ളി പറയാ, എല്ലാം കൂടെ എന്നെ അടിച്ച് എനിക്ക് നൊന്തില്ല. എങ്ങനെ നോക്കാനാ? അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല. പുള്ളി അറിയുന്നില്ല. അടുത്തത്, ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും. ഇനി അത് തന്നെ അങ്ങനെ തെരഞ്ഞ് നീ നരകക്കുഴി പോവും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നുകൂടെ ഓർപ്പിക്കാം, മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. നിന്റെ കുടുംബം നശിക്കും, നിന്റെ തലമുറയ്ക്ക് ദോഷം വരും, കലകം ഉണ്ടായിരിക്കും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഒത്തിരി. അതുകൊണ്ട് ഇന്ന് രാത്രി മദ്യപാനം ഉപേക്ഷിച്ച് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പം 2-ാം അധ്യായത്തിൽ മദ്യപാനത്തിന് അനുകൂലമായ കാര്യം കൊടുത്തതല്ല, യേശു മഹത്വമുള്ള ദൈവമാണെന്നും ആദ്യത്തെ അടയാളം വെളിപ്പെടുത്തിയതാ. ആ 2-ാം അധ്യായത്തിൻ്റെ 11 അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ. 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണമുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു. വീഞ്ഞ് തീർന്നു. വീഞ്ഞ് പോരാതെ വരികയിൽ ശുശ്രൂഷക്കാരമ്മയോട് പറഞ്ഞു, അമ്മ മകൻ്റെ അടുക്കവെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അമ്മയോട് പറയുക, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയും ഞാൻ നിൻ്റെ മകനുമായി എന്തെന്ന് ചോദിക്കാൻ കാര്യം ശുശ്രൂഷയുടെ കാര്യത്തിൽ കൈകടത്തണ്ട. ആവശ്യക്കാർ വീട്ടുകാർ അവരെൻ്റെ അടുക്ക വരട്ടെ, അതാ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ ആവശ്യഭാരത്തോട് ആര് ചെല്ലും, അതാ അവിടുത്തെ നാഴിക. ഇന്ന് രാത്രി ആവശ്യഭാരത്തോട് യേശുവിൻ്റെ അടുക്ക ചെന്നാൽ യേശുവിൻ്റെ നാഴികയാണ്. ഈ അമ്മ അറിവുള്ള അമ്മയാണ്, യേശുവിൻ്റെ അമ്മ. ഇതുപോലെ അറിവും വിവരവും പരിജ്ഞാനവും പക്വതയും തന്മയത്വവും വിവേകമുള്ളൊരമ്മ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം അതുപോലെ വിവരമുള്ളൊരമ്മയാണ് യേശുവിൻ്റെ അമ്മ. കാരണം യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. വിവരമുള്ള അമ്മയായതുകൊണ്ട് പതുക്കെ പുറകോട്ട് വന്നേച്ച് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, കീവറിച്ച, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, ഇടയ്ക്ക് നിന്നാൽ ശരിയാകുകയില്ലെന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി അമ്മയോട് പറഞ്ഞു, അമ്മ ഇടയ്ക്ക് മധ്യസ്ഥയായിട്ട് നിന്നാൽ മതി, പരിപാടി വിജയിക്കുമെന്ന്. അമ്മയോർത്ത് എന്നാൽ വീണ് കിട്ടിയ അസുലഭ നിമിഷമാണ്, എന്നാൽ ഇടയ്ക്കങ്ങ് നിന്നേക്കാം. ചെന്നപ്പോൾ മോൻ പറഞ്ഞ് ഏക്കുകയില്ലെന്ന് പറഞ്ഞു. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അമ്മ വിവരമുള്ള അമ്മയായതുകൊണ്ട് വന്ന് പറഞ്ഞു, കീവർഗിച്ച, ഇടയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, നീ ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കാതെ. മനസ്സിലായില്ല? സ്തോത്രം. ഞാനും ഇങ്ങനെ നിൽക്കുന്നില്ല, നീ ഇങ്ങനെ. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഞാൻ കാണിച്ചേനെ.
സ്തോത്രം. അപ്പം നീ ഇങ്ങനെ ഇടയ്ക്ക് നിന്നിട്ടും കാര്യമില്ല, ഞാനും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അന്തർയോസനോടും പറഞ്ഞേക്കണം, ഇങ്ങനെയൊന്നും നിൽക്കരുത്, ഏകുകയല്ല. അതുകൊണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. ഒരു കാര്യം ഇന്ന് കൂടപ്പെട്ടവരോട് പറയാ, ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്ത നസറായനാകുന്ന യേശുക്രിസ്തു. ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തു, ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു, ഒരേ ഒരു ദൈവം യേശുക്രിസ്തു, ഒരേ ഒരു പിതാവ്, സർവജ്ഞനായ പിതാവ്, ഒരേ ഒരു പരിശുദ്ധൻ, സർവജ്ഞനായ ദൈവം, നീയല്ലോ ഏക പരിശുദ്ധൻ. ഒരേ ഒരു നായകൻ, അത് നസറായനാകുന്ന യേശുക്രിസ്തു. അവിടുന്ന് ജീവനായകനാണ്, അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്, രക്ഷാനായകനാ. ഇന്ന് രാത്രി ഒരേ ഒരു മധ്യസ്ഥൻ, അത് നസറായനാകുന്ന യേശു മാത്രം. പ്രൈസ് ദ ലോർഡ്. ആ കാര്യമാണ് കർത്താവ് തെളിയിച്ച്. ഞാൻ വിവരിക്കുന്നില്ല, എടുത്ത വാക്യത്തോട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്തണമല്ലോ. 3-ാം അധ്യായത്തിൽ രാത്രി വന്ന നിക്കോദോമസിനോട് കാര്യം പറയാൻ, നിത്യജീവൻ്റെ ദൈവം നിത്യജീവൻ കൊടുക്കും. നിത്യജീവൻ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. ദൈവത്തിൻ്റെ മഹത്വം. 4-ാം അധ്യായത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അയിത്തോച്ചാടനം ആദ്യം നടത്തിയത് യേശുവാണ്. കേരളത്തിലെ പല പാഠ്യ പുസ്തകങ്ങളിലൊക്കെ അയിത്തോച്ചാടനം നടത്തിയ ആൾക്കാരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യം അയിത്തോച്ചാടനം നടത്തിയ ആളാണ് നസറയനാകുന്ന യേശു. കാരണം യേശു ശമരിയെ കൂടെ പോകുന്ന, ശമരിയരും ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല, ഇവർ സഹകരിക്കത്തില്ല, അവർ ശമരിയരാ. ശമരിയരെങ്ങനെ ഉണ്ടായെന്നും ചരിത്രം എന്നാന്നൊക്കെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. സങ്കര എനമ, സമ്മിശ്ര ജാതിയ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ യഹൂദനാന്നോ അതുമല്ല, എന്നാ ജാതികളാന്നോ അതുമല്ല. ഇവരും കൊട്ടുകയും പാടുകയൊക്കെ ചെയ്യും. അവരും ലേലിയ 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 എന്നൊക്കെ പറയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്നൊക്കെ അവരും പറയും, ഇവരും പറയും. ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് കുഴയുക. അപ്പോൾ ഇതെന്തുവാന്ന് ആർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ യേശു ശമരിക്കകത്തൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഒരു സഹോദരി വെള്ളം കോരാൻ വന്ന്, എപ്പോഴാണ് വന്നേ? ഉറക്കം പറ. 6 മണി നേരം. വെള്ളം കോരാൻ വന്നതോ? ഉറക്കം പറഞ്ഞു. ഉറക്കം പറഞ്ഞു. ശരിയാന്ന്. ആ, നമ്മുടെ ഇവിടുത്തെ സമയം നോക്കുമ്പം ഉച്ച സമയമാണ്. അപ്പോൾ ഈ സഹോദരി വെള്ളം കോരാൻ വന്നത് ഉച്ച സമയത്താണ്. സാധാരണ നിങ്ങൾ സഹോദരിമാർക്കറിയാം, സാധാരണ വെള്ളം കോരുന്നത് ഒന്നേ രാവിലെ അല്ലേ വൈകിട്ടാണ്. ഒന്നേ വെയിൽ ഉറക്കുമ്പം അല്ലേ വെയിൽ ആറുമ്പം. സൂക്ഷം നട്ടുച്ചയ്ക്ക് പോയി കോരുന്നത്. ഇവിടെ നട്ടുച്ചയ്ക്ക് പോകാൻ കാരണം മറ്റൊന്നുമല്ല, ആരും അറിയണ്ട, ആരും കാണണ്ടെന്നും പറഞ്ഞായി പോകുന്നത്. പക്ഷേ ഇവളെ കാണാൻ ഒരുവൻ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ആരും എന്നെ കാണണ്ട, ആരും എന്നെ അറിയണ്ട, ആമൻ ആരും എന്നെ ഗവനിക്കണ്ടെന്നൊക്കെ ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, നിന്നെ കാണുവാൻ, അറിയുവാൻ, ആമൻ നോക്കുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. അപ്പോൾ യേശു ഈ സ്ത്രീയുമായിട്ട് കണ്ട് അവളോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അവൾ പറഞ്ഞു, യഹൂദനായിരിക്കുന്ന നീ ശമരിയാകാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു ചിന്ത ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുമാരനാശാൻ ഈ യോഹന്നാൻ 4 വായിച്ചോട്ടുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം സെയിം ആശയമാ. ചണ്ടാല ഭിക്ഷുകി സ്കൂളിൽ പഠിച്ചല്ലേ ചണ്ടാല ഭിക്ഷുകി? ഇല്ല, ഒരു വരി പാടിക്കേ. ആ, കിണറ്റ് വെള്ളം കോരാൻ വന്ന കാര്യമാണ്. ആ പറ. എന്നിട്ട് കുടവെടുത്ത് തലയ്ക്ക് അടിച്ചോ? പിന്നെ അത് തന്നെ നിനക്ക്. നീ പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ പോയില്ലേ? നിങ്ങൾ പാട്ടുകാരില്ലേ? നിങ്ങൾ അപ്പൊ ഇത് തുമ തേടും തൻ പാള കിണറ്റില് ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർക്കോരി. പഠിച്ചല്ലേ?
ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമല്ലേ തരൂ. എന്നാ അമ്പരി തന്നെ പാട്. അമ്പരി ഓതിനാനുള്ളല്ലേ. അല്ലല്ലെന്തോ കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീജനാരി തൻ കയ്യാ ജലം വാങ്ങി. നിങ്ങളെ ആര്യന്മാരെ ചണ്ടാല സ്ത്രീയാകുന്ന എന്നോട് വെള്ളം വാങ്ങി കുടിക്കുന്നത് ശരിയാണോ? ഒന്നും ഒക്കത്ത കാര്യമല്ലെന്നൊക്കെ ആശാൻ എടുത്തിരിക്കുന്നത്. യോഹന്നാൻ 4. അപ്പൊ യേശു ഇവളോട് ചോദിച്ചു, ശമരിയാക്കാരിയോട് കുടിക്കാൻ വെള്ളം. അപ്പൊ പറഞ്ഞു, യഹൂദനാകുന്ന നീ ശമരിയാക്കാരിയായി എന്നോട് സ്തോത്രം. കർത്താവ് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇവൻ മിശിഹായാണെന്ന്. അതാണ് യോഹന്നാൻ 4. അയിത്തോച്ചാടനം നടത്തി അതിൻ്റെ കെട്ട് പൊട്ടിച്ച് സകല ഗഡിതിയും പൊട്ടിച്ചാ യേശു അവിടുന്ന് പോയത്. പക്ഷെ ഇന്നും കെട്ട് പലയിടത്തും ഉണ്ട്, ഇന്നും ഉണ്ട്. കല്യാണം കഴിപ്പിക്കത്തൊന്നുമില്ല. അഥവാ വന്നാലും മറുഭാഷ പറയുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് നമ്മുടെയാണോ എന്ന്. ഇല്ലേ? പിന്നെ യോഹന്നാൻ 4 കീറിക്കളയണമെന്നാ ഈ മറുഭാഷ പറഞ്ഞ് മേപ്പോട്ടും കിമ്പോട്ടും റബ്ബർ പന്തടിക്കുമ്പോൾ അടിക്കുന്ന പെണ്ണമ്മയും വേവിച്ചനും ചോദിക്കും നമ്മുടെയാണോ എന്ന്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അലോഗ്യം ഉണ്ടാക്കാതിരിക്കാനാ. ഒന്നാതെ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4-ാം അധ്യായം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക. ആട്ടെ, നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വന്ന് 1-2 കാര്യങ്ങൾ പറയാം. അതിന് ഇന്നൊക്കെ ഉള്ളു, വയ്യ. യോഹന്നാന്റെ സുവിശേഷം 14:1 വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ 1-2 കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ദൈവം അനുവദിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടുന്ന് ആയുസ്സും ആരോഗ്യം തന്നാൽ അടുത്ത കൊല്ലം അത് ജേക്കബ് പാസ്റ്ററും ഇവിടുത്തെ വിശ്വാസികളോടെ തീരുമാനിച്ച് ഇതിൻ്റെ കേട് തീർത്ത് നമുക്കൊരു 3 ദിവസം സ്തോത്രം. അന്നേരം എൻ്റെ കൂടെ അവരും ഹാർമോണിയക്കാരും ഒക്കെ കാണും. ദൈവം അനുവദിച്ചാൽ നമുക്കെല്ലാം ഒന്നിച്ചു കൂടി ദൈവത്തെ അന്നേരം ഹോളുമൊക്കെ വൃത്തിയാക്കി എല്ലാം നല്ല ഭംഗിയാക്കി ദൈവം അത്ഭുതം ചെയ്യട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് ഇപ്പം ഇങ്ങനെ അങ്ങ് പിരിയാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം. ഈ കലങ്ങിപ്പോകരുതെന്ന് പറയാൻ കാരണം 13-ാം അധ്യായത്തിൽ പെസഹായ അവര് വലിയ വന്മാളിക കയറി വിരിച്ചൊരുക്കിയ വന്മാളികയിൽ ഇരുന്ന് പെസഹ ഭുജിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ഹൃദയത്തിനൊരു ഭാരവും ഞരക്കവും ഒക്കെ വന്നു കാണും. അതിന് പല കാര്യമുണ്ട്. ഒന്ന്, യേശു കൂടെ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഇവിടം വിട്ടു പോവുക. വേറൊരു ഭാഗത്ത് പറഞ്ഞു മനുഷ്യപുത്രൻ മരിക്കാറായി. വേറൊരു ഭാഗത്ത് പറഞ്ഞു മനുഷ്യപുത്രനെ കൊല്ലും. വേറൊരു ഭാഗത്ത് പറഞ്ഞു കുറഞ്ഞോന്ന് കഴിഞ്ഞ് ഇനി എന്നെ കാണത്തില്ല. ഇതൊക്കെ ആ കലങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ 14-ാം അധ്യായത്തിൽ കലങ്ങരുതെന്ന് വീണ്ടും പറയാൻ കാര്യം, 13-ാം അധ്യായത്തിൽ വന്മാളിക കയറി ഈ വീടും പരിസരവും വന്മാളികയും വിരിച്ചൊരുക്കിയ മാളികയൊക്കെ കണ്ട് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി. അതിൻ്റെ കാരണം ഇവർ പലരും മുക്കുവക്കുടിൽ ജീവിച്ചവരാ. കടപ്പുറത്തും ചെറിയ കുടിലുകളിൽ പാർത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരും ലോകപരമായി വലിയ സ്റ്റാൻഡേർഡ്, നമ്മുടെ ആൾക്കാർ പറഞ്ഞത് വലിയ സ്റ്റാൻഡേർഡൊന്നും ഇല്ലാത്തവരാ. അപ്പോൾ സാധാരണക്കാർ വിദ്യാഭ്യാസമില്ലാത്തവർ, ഗലീലക്കാർ, മുക്കുവക്കുടിൽ ജീവിച്ചവർ, കടപ്പുറത്ത് ജീവിച്ചവർ, വള്ളവും വലയും വെള്ളവുമായിട്ട് ഇടപെട്ടവർ, ഇങ്ങനെയുള്ള ഇവർ നഗരത്തിൽ ചെന്ന് വന്മാളിക കയറി വിരിച്ചൊരുക്കിയ അപ്പർ റൂമെന്ന ഫർണിഷ്ഡ് ഈ റൂമെല്ലാം കണ്ട് ഇതിൻ്റെ ആ ഇടിയും പിടിയും ഇതിൻ്റെ ആ വകുപ്പും എല്ലാം കണ്ടപ്പോൾ ഇവർക്ക് തന്നെ തോന്നി എന്തായാലും നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഒരുത്തം പറഞ്ഞ് ഏതായാലും നമ്മൾ പുള്ളിയുടെ കൂടെ 3-4 വർഷമായിട്ട് 2-3 വർഷമായിട്ട് കൊട്ടിയും പാടി നടക്കുന്നുണ്ട്, ഈ വീട്ടിൽ കയറാനെങ്കിലും ഇടയായി. അതാ അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ ഒരുത്തം പറഞ്ഞൊരു കാര്യം ചെയ്തു, ഒത്തിരി നേരമൊന്നും കണ്ടുകൊണ്ടിരിക്കാനൊക്കത്തില്ല, പെട്ടെന്ന് കണ്ടോ, പുള്ളി ഇവിടെ നിറങ്ങുമ്പോൾ സൂക്ഷം നമ്മളെ ഇവിടെ നിറക്കുമെന്ന് പറഞ്ഞു. പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഇവിടെ ഇരുത്തുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ ദൈവവൈതലായതുകൊണ്ടാണ് നിന്നെ ആൾക്കാർ മാനിക്കുന്നത്.
നിനക്കാരേലും 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ഒരു കസേര തരുന്നെങ്കിൽ, നിന്നെ കാണുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, ജാതിമകത്വം കൊണ്ടോ, കളർ കൊണ്ടോ, നിന്റെ നിലവാരം കൊണ്ടോ, നിന്റെ ഭാഷാ നൈപുണ്യം കൊണ്ടൊന്നുമല്ല, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. ആരെങ്കിലും നിന്നെ മാനിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് ഇവർ പറഞ്ഞു ഹൃദയം കലങ്ങി. കർത്താവ് അതുകൊണ്ടൊക്കെയാ പറഞ്ഞത് ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. യേശു പറയുകയാ ഹൃദയം കലങ്ങരുത്. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, കലങ്ങരുത്. അതിന് 2-3 കാര്യം പറഞ്ഞ് നിർത്താം, വിശദീകരിക്കുന്നില്ല. തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതിന് ഒന്ന്, ഹൃദയം കലങ്ങരുത് പറയാൻ കാരണം നമുക്കൊരു ദൈവമുണ്ട്. നമുക്കൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, സകലത്തെ സൃഷ്ടിച്ചൊരു ദൈവത്തെയാണ് നാം ഭജിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. ഈ ആയുസ്സിൽ മറ്റൊന്നും നേടാനൊത്തില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക. ആമൻ. ജീവനുള്ള ഏക ദൈവത്തെ, സത്യദൈവത്തെ ഭജിപ്പാനും ആരാധിപ്പാനും സേവിപ്പാനും സ്നേഹിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് സാവകാശം നൽകി. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവാന്തിത പദാം ഭുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ദൈവം. അപ്പോൾ ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ച് സൃഷ്ടിച്ച് ചമച്ച് പടച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഭജിപ്പാനിടയായതുകൊണ്ട് പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നമുക്കൊരു ദൈവമുണ്ട്. 2, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം നമുക്ക് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഇവിടെ സ്ഥലമില്ലല്ലോ, അധികമില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. നല്ല ഒരു സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്, ഇന്നതിന് മുതിരുന്നില്ല. ഒരു പാട്ടിൻ്റെ വരി നമുക്കെല്ലാം അറിയാവുന്ന പാട്ടാ. സ്ഥലം വിശേഷം ബാലം എത്ര ഈ ഏരിയയിലൊന്നും ആരും ചാകുന്നില്ലെന്ന് തോന്നുന്നു. വേണ്ട ഇനിയും പാടണ്ട, വേണ്ട, മതി. സാധാരണ മരണ വീട്ടിലാ ഈ പാട്ട് മിക്കവരും പാടുന്നത്. അങ്ങനെയും അറിയാവുന്ന ഓർത്താ. ഈ ഏരിയയിൽ ആരും ചാകുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആരും ചാകണ്ട. അപ്പോൾ സ്ഥലം മഹാവിശേഷം, അതിനകത്തെ ഫലം എത്ര മധുരം. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, കലങ്ങരുത്. നമുക്കൊരു സ്ഥലമുണ്ട്. 1, നമുക്കൊരു ദൈവമുണ്ട്, അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. 2, നമുക്ക് സ്ഥലമുണ്ട്. 3, നമ്മുടെ കർത്താവ് തിരിച്ചു വരും, അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഈ പങ്കപ്പാടും ദുരിതവും ദുഃഖമെല്ലാം പൂർണ്ണമായിട്ട് മാറും. ഒരിക്കൽ യേശു വന്നു. എന്തിന്? മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കുവാൻ. അവിടുന്ന് ജീവിച്ച് മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. ആ യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിക്കുന്ന ദൈവമക്കളുടെ പാപം മോചിച്ച് യേശു അവരെ വീണ്ടെടുക്കുക. ആ ദൈവമക്കൾ പിന്നെ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശത്ത് ജീവിക്കുക. അങ്ങനെ വേർപാട് പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. യേശു വീണ്ടും വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്, ഞാൻ തിരിച്ചു വരുമെന്ന്. 2, അവിടുന്ന് വരുമെന്നുള്ളതിൻ്റെ ഉറപ്പ് ദൂതന്മാർ 2 പേര് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരുമെന്ന് 2 ദൂതന്മാരാ പറഞ്ഞത്. വിസ്തരിക്കുന്നില്ല. ജനന സമയത്ത് ഒരു ദൂതൻ വന്ന് മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക്
വന്ദനം, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകും. മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ് പേടിക്കണ്ട. അപ്പോൾ പുരുഷനെ അറിയായാൽ എങ്ങനെ സംഭവിക്കും? പുരുഷൻ്റെ ഇഷ്ടത്താലും മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഈ രണ്ട് ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ ലഭിക്കും. ഇത് പറഞ്ഞേച്ച് ദൂതൻ അങ്ങ് പോയി, പറഞ്ഞതുപോലെ മറിയ ഗർഭവതിയായി. അങ്ങനെയെങ്കിൽ ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ പോകാൻ നേരത്ത് രണ്ട് ദൂതനാ പറഞ്ഞത്, പോയതുപോലെ തിരിച്ചു വരും, സൂക്ഷം നടന്നിരിക്കും, യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. യേശു വീണ്ടും വരും. ഹൃദയം കലങ്ങരുത്. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. രണ്ട്, ഹൃദയം കലങ്ങരുത്, സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. മൂന്ന്, യേശു തിരികെ വരും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആമേൻ ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. രണ്ടു കൂട്ടർ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. ഇങ്ങനെ നാം എപ്പോഴും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഇന്ന് രാത്രി പ്രത്യാശയുള്ളവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.